യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളായല്ലേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ മറന്നുപോയോ? ഇല്ലല്ലോ. ആമി അശോക് എന്നുള്ള ആ ഒരു പേര് മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും നിങ്ങൾ കൊണ്ട് നടക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ എവിടെയും പോയിട്ടില്ല. ചെറിയെന്ന് വെച്ചാൽ എപ്പോഴും എടുക്കുന്ന പോലെ ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിപ്പം കുറച്ച് നാളത്തെ എൻ്റെ ഒരു എന്താ പറയാ ഒരു മനസ്സിന്റെ ആ ഒരു നിങ്ങൾക്കെല്ലാം അറിയുന്നല്ലേ, എത്ര സങ്കടങ്ങൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെയും അത് വന്ന് ഒരു ഡിപ്രഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ മാറൊക്കെ വീട്ടിൽ കയറി തല്ലുന്നോണ്ട് ഞാൻ ഡിപ്രഷനിലേക്കൊന്നും പോയിട്ടില്ല. സങ്കടങ്ങൾ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു വീഡിയോസ് ചെയ്യാനും, വീഡിയോസിന്റെ മുന്നിൽ നിങ്ങളെ മുന്നിൽ വരാനും. കാരണം എന്റെ സ്കിന്നായാലും ഇപ്പോഴും എന്റെ കണ്ണിനടിയിൽ നല്ല കറുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബിക്കോസ് ഞാൻ ഭയങ്കര ടയേർഡാണ് ഇപ്പോഴും. എന്നാൽ പോലും എനിക്ക് ഇന്ന് നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. നിങ്ങൾക്ക് എന്റെ ചാനൽ വീണ്ടും അതായത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. 2026 ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഭയങ്കര എനർജി ആയിട്ട് വരാനാണ് ശ്രമിക്കുന്നത്. എനർജറ്റിക് ആണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നല്ല ഹാപ്പി ആയിട്ട്, നല്ല എന്താ പറയാ പഴയ ഒരു ആമി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എന്തായാലും വരും. ഈ 2026 കൂടി ഞാൻ നല്ല ബെറ്റർ ആവും. എൻ്റെ ലൈഫിന് നല്ല രീതിക്ക് സെറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയും ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസും എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് എനിക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഒരു ബെൽ ബട്ടൺ കൂടി അടിച്ചമർത്തി പൊട്ടിക്കുക നിങ്ങൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്നലെ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു മരണം ഉണ്ടായിരുന്നു. എൻ്റെ കാസർഗോഡ്, എൻ്റെ നാട്ടുകാർ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ അത്ര പേഴ്സണലി കോണ്ടാക്ട് കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഞാൻ ആ കുട്ടീൻ്റെ വീഡിയോസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാലും ഒരു കാസർഗോഡ് നല്ലൊരു സ്ലാങ്ങിൽ സംസാരിക്കുക. ഞാനും അനുപാലൊക്കെ ആയാലും ഞങ്ങൾ വെറുതെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ബെല്ലിമേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമുള്ളൊരു കുട്ടിയാണ്. എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. ടിക്ടോക്ക് മുതലേ കാണാറുണ്ട്. ആ കുട്ടീൻ്റെ ആ ഒരു ജേണി നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്നെ പോലെ ഒരു നോർമൽ ഫാമിലിയുള്ള കുട്ടിയാണ്. ആ കുട്ടി നല്ലപോലെ കഷ്ടപ്പെട്ട് ചെയ്തിട്ട് വളർന്നു വന്നൊരു കുട്ടിയാണ്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് വന്നതാണ് ഇങ്ങനെ ചിന്നു എന്ന് പറയുന്ന കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എന്താണ് ചേച്ചി അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല, സീരിയസ് ആയിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ആ കുട്ടീൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ തന്നെ കുറേ കമന്റ്സ് ഇങ്ങനെ കണ്ടു, അറിയിപ്പിന്നുള്ള കമന്റ്സ് കണ്ടു. അപ്പം എനിക്ക് മനസ്സിലായി ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ആ കുട്ടിക്ക് ഒരു 4 വയസ്സുള്ള ചെറിയ കുഞ്ഞു മോനുണ്ട്. അപ്പൊ ആ കുഞ്ഞിന് അച്ഛനായാലും അമ്മ ഇല്ലാതായി. അങ്ങനെയൊക്കെ ഒരുപാട് സിറ്റുവേഷൻ ആ കുഞ്ഞ് ഇനി അനുഭവിക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരു നിമിഷത്തെ ഒരു തോട്ട് അല്ലെങ്കിൽ അത്രമാത്രം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടാവില്ല, ആ കുട്ടിക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാം നമുക്ക് ഒരു എന്താ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്താ സിറ്റുവേഷൻ, എല്ലാം സ്വയം ചെയ്തതാണോ ഇനി വേറെ ആരെങ്കിലും ചെയ്തതാണോ ഒന്നും നമുക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ആ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. കാരണം അതിന് പോലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് പതിയെ ന്യൂസിലായാലും അല്ലെങ്കിൽ അതിനുള്ള അവരായാലും നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പം ഞാൻ അതൊരു ചർച്ചയായിട്ട് ചെയ്യുന്നില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയാത്ത കാര്യം ഞാൻ ഒരിക്കലും ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ട് നമ്മൾ ഒരു വ്ളോഗ് അങ്ങനത്തെ സംഭവങ്ങളിലേക്കൊന്നും ഞാൻ പോണില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അൺലക്കി എന്ന് വിചാരിക്കുന്ന കുറേ കൂട്ടം ജനങ്ങളുണ്ട്. നമ്മളാണ് ഏറ്റവും വലിയ അൺലക്കി എന്നുള്ളത്. ഞാൻ ഇപ്പൊ സ്റ്റോറി ഇട്ടിട്ട് വന്നതേ ഉള്ളൂ. എന്നാലും കൂടി ഞാൻ പറയാണ്, നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന്. അല്ല. നമ്മളൊന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളൊക്കെ അനുഭവിക്കുന്നത് ഒരു 1% ഉള്ളൂ. ബാക്കി നമ്മൾ ഒരു 99% ലൈഫ് പോയി കിടക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കും എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുമ്പോൾ തന്നെ വിചാരിക്കും, അയ്യോ ദൈവമേ എനിക്കെന്തിനാണ് ഇങ്ങനെയൊക്കെ തരുന്നത്, ഞാൻ മാത്രമാണല്ലോ ഈ ലോകത്തര സങ്കടപ്പെട്ട്. അങ്ങനെയല്ല ഗൈസ്. ഈ ഒരു കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഞാനുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ ദൈവത്തിനോടൊക്കെ ചീത്ത. ഞാൻ മുത്തപ്പനാണ് ഡെയിലി ഞാൻ മനസ്സുരുക്കി വിളിക്കണം, എന്നെ മുത്തപ്പനോട് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുത്തപ്പ എന്തിനാ എനിക്ക് ലൈഫ്, ഞാൻ കരഞ്ഞു മടുത്തു മുത്തപ്പ. എന്തിനാണ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ വേറെ ചാപ്റ്റർ വരുമ്പോൾ വേറൊരു സംഭവം വന്ന് കുറെ ലെസൺസ് ആയാലും അല്ലെങ്കിൽ കുറെ റിഗ്രറ്റ് ആയാലും കുറെ സംഭവങ്ങളൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ പെരുത്ത് വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്തിനാ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്. നിങ്ങൾക്കൊരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ നിങ്ങളുടെ മെയിൻ പ്രശ്നം എന്താ അറിയോ? നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് വിചാരിക്കുന്ന കാര്യമാണ്, എന്റെ ലൈഫിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാനാണ് ഏറ്റവും വലിയ അൺലക്കി എന്നുള്ളത്. സത്യല്ലേ? നിങ്ങൾ പറ, സത്യല്ലേ? ഞാന് എൻ്റെ ഇൻബോക്സിലായാലും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടായാലും എൻ്റെ നാട്ടിലായാലും ഒരുപാട് സംഭവങ്ങൾ അനുഭവിച്ചവരുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ.
ഈ ഓവർ തിങ്കിങ് കൊണ്ട് വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡെസ്പാവും. നല്ല രീതിക്ക് നമുക്ക് ആൻസൈറ്റി ആയാലും അല്ലെങ്കിൽ ഈ പറയണ മോഡേൺ വേർഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയാലും ഉണ്ടാവും അല്ലെ. ഞാൻ ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് പറയുന്ന സംഭവത്തിൽ ചിലവരത് തമാശയായിട്ട് കരുതുന്നവരുണ്ട് അല്ലെ, ചിലവരെ ട്രോളായിട്ട് കരുതുന്നുണ്ട്, ചിലവരത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിക്ക് ആ സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഡിപ്രഷനിലേക്ക് പോയിട്ടുണ്ടെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നല്ല രീതിക്ക് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അതെന്റെ പാരന്റ്സിന്റെ സൈഡിൽ നിന്നായാലും എൻ്റെ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായാലും നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് കിട്ടിയോണ്ട് തന്നെ ഞാൻ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിഷമം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരെ നിങ്ങൾ ബ്രേക്ക് ഡൗൺ ആയി, ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടായി, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കണത് ഞാൻ എന്തോ വലിയ തെറ്റ് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടാണ്, മുഞ്ചമ്മ പാപം അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ പറയും. പക്ഷെ അതൊന്നും അല്ല ഗൈസ്, നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങൾക്ക് ലൈഫിൽ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിക്കാനുണ്ടാവും. അത് നമ്മൾ എന്താ പറയാ വിധി എന്ന് പറയും, അത് അതിന്റെ വഴിക്ക് വിടാം. പക്ഷേ ഈ വിധി എന്നുള്ള സംഭവത്തിനെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമയം നമുക്ക് മോശമായിട്ട് എപ്പോഴും മോശമായിട്ട് ഉണ്ടാവില്ല ഗൈസ്. നമുക്ക് ഈ സമയം നമുക്ക് പോകും, നല്ല 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 സമയവും നമ്മളെ ലൈഫിലേക്ക് വരാനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാനായാൽ തന്നെ നിങ്ങൾ ഓർത്തു നോക്കി, ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും മനസ്സൊരുക്കി എൻ്റെ ദൈവത്തിന് വിളിക്കാറുണ്ട്, എൻ്റെ മുത്തപ്പ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് വന്നത്, എനിക്ക് മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഞാൻ മാത്രമാണല്ലോ കരഞ്ഞിരിക്കണം, എൻ്റെ ഫ്രണ്ട്സ് ഗ്യാങ് ആയാലും എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആയാലും എല്ലാവരും ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ നരകിച്ച് ജീവിക്കണം. ഞാൻ എപ്പോഴും ആലോചിക്കണം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെ ഞാൻ മുൻജന്മത്തിൽ ഈ പറഞ്ഞ പോലെ മുൻജന്മത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവിടെ ദൈവത്തിനോട് ഒരുപാട് കരഞ്ഞ് പറയാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് അതൊന്നുമല്ല, ഇതൊക്കെ എന്റെ ഓവർ തിങ്കിങ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ കാട് കയറി ചിന്തിക്കും ഗൈസ്, ഇനി എന്റെ ലൈഫേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കൈയും കാലും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ ഇവിടെ ഒക്കെ മാന്തി പൊളിച്ചിട്ടും ഇങ്ങനെ കീറിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്റെ കഴപ്പ്. ഞാൻ അങ്ങനെ തന്നെ പറയും, പച്ച മലയാളത്തിൽ ഞാൻ പറയും എന്റെ കയ്യിലിരിപ്പ് മീൻസ് എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ സ്വയം എന്നെ വേദനിപ്പിക്കുകയായിരുന്നു. ആ വൃത്തിയായിട്ട സ്വഭാവം ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് ആ വൃത്തിയായിട്ട് എന്റെ കയ്യിന്റെ ഇവിടെ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വയം വേദനിപ്പിക്കണം, അങ്ങനത്തെ ഒക്കെ സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊന്നും അല്ല ഈ ലൈഫിന്റെ എൻഡ് എന്ന് പറയുന്നത്, ഇതൊന്നും അല്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യമാണ് ഈ നമ്മളെ ലൈഫിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ അൺലൈക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചു കൂട്ടുന്ന സമയത്ത് നിങ്ങളൊന്ന് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിക്ക. നിങ്ങൾ ഇങ്ങോട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരില്ലേ, അവരെന്നിട്ടും ഒരു നേരത്തെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അവർ ചിലപ്പം അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ അവർ ഒരു നിമിഷത്തെ ഹാപ്പിനെസ് അത് ഭയങ്കരമായിട്ട് കരുതുന്നുണ്ടാവും. നമ്മൾ എന്താ ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നു, അല്ലെങ്കിൽ ഒരു ലവ് പൊട്ടി പാളീസായി, ഒരു ബ്രേക്ക് ഡൗൺ, ഒരു ചീറ്റിങ്, അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കരയും. അത് കരഞ്ഞോട്ടെ, അത് ഫീലിങ്സ് ആണ്. അത് ഞാൻ ആരോടൊന്നും പറയില്ല. കാരണം ഞാൻ നല്ല രീതിക്ക് പട്ടി മോങ്ങണ പോലെ മോങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ആരോടത്തും പറയില്ല. കരഞ്ഞോ, നിങ്ങൾക്ക് ഹീലാവേണ്ട ടൈം എടുത്ത് ഹീലായിക്കോ. പക്ഷെ ലാസ്റ്റത്തെ തോട്ട് ഈ മരിക്കാൻ പോകുന്നുള്ള തോട്ട് നിങ്ങളെ മനസ്സിലുണ്ടാവരുത്. കാരണം ഒന്നുമല്ല. കാരണം എൻ്റെ അനുഭവം കൊണ്ട് പറയാണ്, ഞാനൊക്കെ അനുഭവിച്ചതിൻ്റെ കുറേ ഒരു പോയിന്റിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവും. അതൊക്കെ ഇങ്ങനെ എന്താ പറയാ ഒരു വികാരമായിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു ഫീലിങ്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ ജീവിച്ചു കാണിക്കും, ഞാൻ നല്ല രീതിക്ക് ജീവിച്ചു കാണിക്കും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അമ്മ നല്ല രീതിക്ക് പണിയെടുത്തിട്ടാണ് എന്നെ പോറ്റിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മ. ഈ വീട് എൻ്റെ അമ്മ കാണുകയാണെങ്കിൽ ഞാൻ പറയാണ്, അമ്മ മാസാണ്, അമ്മ കൊല മാസാണ്. അത്ര നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടം വരെ എത്തിച്ചിട്ട് ഞാൻ ഏതോ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ചാവേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളത് പറ. ഇല്ല. അതേപോലെയാണ് നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ളത്. ഈ ലാസ്റ്റ് തോട്ടായിട്ട് മരണമാണ് എല്ലാത്തിനുള്ള സൊല്യൂഷൻ എന്നുള്ള നിങ്ങളുടെ തോട്ട് അത് നിർത്തണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അതൊന്നും അല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റാനുള്ള എല്ലാ കഴിവുണ്ട്. നിങ്ങളെ ദൈവം ഈ ലോകത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാ കഴിവുകളും നിങ്ങളിലേക്ക് ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാവാൻ ഇനി നോക്കിയോണ്ടല്ലോ, ഞാൻ വല്ല ഈർക്കിലെടുത്തിട്ട് നിങ്ങളെ കുണ്ടിക്ക് 2 കുത്തുകൂട്ടാ. അതാണ് പറയുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനത്തെ നെഗറ്റീവ് തോട്ട് ഒന്നും വരരുത് ഇനി. കാരണം നിങ്ങൾക്ക് മുന്നിൽ മേ ബി ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. വെറുതെ കയ്യിലും കാലിലും ഒക്കെ വെറുതെ സ്ക്രാച്ച് കൊണ്ടുവരാന്നുള്ളൂ. നമ്മൾ കീറിയ സ്ക്രാച്ച് ബാൻഡില്ലേ അതുപോലെ ഉണ്ടാവുള്ളൂ. തുന്നിയാൽ ശരിയാവില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറയണത്,
അതൊന്നും ഒരു ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ കരുതരുത്. ഞാനിപ്പോൾ കൂളായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് അങ്ങനത്തെ ഒന്നും ഇതുണ്ടായില്ല. ഒരു പ്രായപൂർത്തി ആയതിനു ശേഷം എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലായാലും ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ എൻ്റെ മനസ്സിൽ കയറിയോണ്ട് ഞാൻ കുറേ വട്ടം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ട്. സീരിയസ്ലി പറയാനും കുറേ വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും എൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ ഞാൻ അമ്മേനോ ഏട്ടനോ ആരെയൊന്നും ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിക്ക് കയ്യിലായാലും കാലിലായാലും സ്ക്രാച്ച് ഒക്കെ ചെയ്തിട്ട് ആ സമയത്തുള്ള ദേഷ്യത്തിന് ഞാനങ്ങനെ ചെയ്തിട്ട് പിന്നെ എനിക്ക് നല്ല രീതിക്ക് വേദനിച്ചു. അത് മാത്രമല്ല ഇരുത്തി ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാണ് എനിക്കങ്ങനെ തോന്നി, എന്തിനാണ് ലൈഫ് നമുക്ക് ദൈവം തന്ന് നമ്മളിവിടെ പടച്ചവൻ നമ്മൾക്ക് തന്ന് അത് നമുക്ക് എങ്ങനെയൊക്കെ ബെറ്റർ ആയിട്ട് ജീവിച്ച് കാണിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്താ പറയാ ഒരു സക്സസ് എന്ന് പറയണത്. ദൈവം തരുന്ന ഓരോരോ നമ്മളിപ്പം എന്താ പറയാ ഓരോ ഗെയിം ഇതൊക്കെ കാണാറില്ലേ, ഗെയിം ഷോസ് ഒക്കെ കാണാറില്ലേ. അപ്പൊ അതിൽ വിൻ ചെയ്യാന്ന് പറഞ്ഞാൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ വിൻ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ദൈവം ഓരോരോ ഗെയിമിംഗ് ആയിട്ട് ഇങ്ങനെ തരും. നമ്മളത് ഭയങ്കര ഗെയിമേഴ്സ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളത് മുന്നേറണം. അത്രയ്ക്ക് പറയുള്ളൂ. ഞാനിത് ധൈര്യത്തിൽ ഇത്ര പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ആ ഒരു ട്രോമ ബോർഡിൽ ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആരും കണ്ണു വെക്കല്ലേ, അങ്ങനെ പറയല്ലേ. മനസ്സിൽ ഒരുപാട് സങ്കടമുണ്ട്, എന്നാൽ കൂടി ഞാൻ പറയാണ് ഞാൻ മാക്സിമം ഹാപ്പി ആവാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നല്ല രീതിക്ക് ഏൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നല്ല രീതിക്ക് പാരൻസിനെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പറ്റുന്ന പോലെ ബാക്കിയുള്ളവരെ നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ട് എനിക്ക് പറ്റുന്ന പോലെ അവരെ ചേർത്ത് വെക്കാനും പറ്റുന്നുണ്ട്. ഇത്രയും ഞാൻ സംസാരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ സംഭവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ആൾക്കാർ ഗേൾസ് ആയാലും ബോയ്സ് ആയാലും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ചേച്ചീനെ ഓർത്തിട്ട് നമുക്ക് നല്ല റെസ്പെക്ട് ഉണ്ട്, എന്താ വെച്ചാൽ ചേച്ചി ഒരുപാട് കടന്നു വന്നിട്ടും ഇങ്ങനെ എല്ലാവരും മുന്നിലും ജയിച്ച് കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഇന്നലെ ആ കുട്ടീൻ്റെ ഇത് സംഭവം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം എന്റെ വ്യൂവേഴ്സിന് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ഞാൻ ഒരു സാഡ് സ്റ്റോറിയും കാര്യങ്ങളും അല്ലെങ്കിൽ സാഡ് ട്രോൾസിനും കാര്യത്തിനൊക്കെ ഞാൻ പോയിട്ടൊരു 100% ആയാലും അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള ഹാർട്ടൊക്കെ ഇടുമ്പോൾ എനിക്ക് കുറെ പേര് മെസ്സേജ് ചോദിക്കാറുണ്ട്, ചേച്ചി ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യണത്. അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ എന്നുള്ള പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കണം, ഭയങ്കരമായിട്ട് എല്ലാവരും കേട്ടിരിക്കണ ഒരാളാണ് കേട്ടോ. എത്ര ആൾക്കാർ എന്ത് സങ്കടം വന്ന് പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കണ ഒരു സംഭവമാണ്. ആ ഒരു ആൾക്കാർ കിട്ടാത്ത കുറെ പേഴ്സൺസ് ഉണ്ടാവും. ഇപ്പൊ എനിക്ക് എന്നെ ഹായ് ബായ് എന്നുള്ള ഒരു മെസ്സേജ് മാത്രം ഞാൻ മേ ബി അവർക്ക് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നാൽ പോലും അവർക്കും മനസ്സിന് ഓക്കെ അല്ലാത്ത സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ മേ ബി ആ മെസ്സേജ് കണ്ടില്ലായിരിക്കാം, ആ സമയത്ത് കണ്ടില്ലെങ്കിൽ പോലും അവരെനിക്ക് മെസ്സേജ് ഇടും. പിന്നെ അവർ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കറിയില്ല. ഞാൻ ആ മെസ്സേജസ് ഒന്നും പുറത്ത് വിട്ടിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല. പക്ഷെ അവരെന്നെ വിശ്വസിച്ച് ഒരുപാട് മെസ്സേജസ് കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട്, ഇങ്ങനെ സങ്കടം കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മാക്സിമം ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. കാരണം ഒരാൾ കേൾക്കാനില്ല എന്നുള്ള രീതിക്ക് കേൾക്കാനില്ലാത്ത സിറ്റുവേഷൻ വന്നിട്ട് ഒരാളും ജീവൻ കളയരുത്. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിരിക്കാൻ തയ്യാറാണ്. എപ്പോഴായാലും ഏത് ടൈമിലായാലും എൻ്റെ അടുത്ത് എത്ര ഫ്രണ്ട്സ് വിളിച്ച് കരഞ്ഞു പറഞ്ഞാലും ഞാൻ കേട്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട്. നല്ല ഫ്രണ്ട്സ് ഇല്ലാത്ത, നല്ല ഫാമിലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുന്നത്. നമുക്കറിയില്ല ഓരോരുത്തരെ മനക്കെട്ടി എന്താണെന്ന് അറിയില്ല. എന്നാൽ പോലും ഞാൻ പറയാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾ പൊന്നു മക്കളാണ്, നല്ല കുട്ടികളാണ്, നല്ല അമ്മമാരാണ്, നല്ല ചേച്ചിമാരാണ്, എല്ലാവരും നല്ല ഏട്ടന്മാര് അനിയന്മാര് എല്ലാവരും നല്ല ആൾക്കാരാണ്. നമുക്ക് ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് വരുമോ, അത് നമ്മൾ ആ ഒരു ഫ്ലോയിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമ്മൾ സക്സസ് ആവുള്ളൂ. നമ്മൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സമാധാനം വേണം. അതിനുവേണ്ടി നമ്മൾ എന്നെ മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് അത് ഉണ്ടാവുള്ളൂ. ആരും കൊണ്ടുതരില്ല. നമ്മൾ ഓക്കെ ആണെന്ന് നമ്മളെ മനസ്സിൽ അങ്ങോട്ട് പഠിപ്പിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര സങ്കടമാണെങ്കിലും നമുക്കത് ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കെട്ടി ഉണ്ട്. നമ്മൾ സ്വയം അങ്ങനെ കോൺഫിഡന്റ് ആവുക, അത്രേ ഉള്ളൂ. അതാണ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ പഠിച്ചോന്റെ കയ്യിലാണ്, അല്ലേ? ബാക്കിയൊക്കെ പഠിച്ചോന്റെ കയ്യിലാണ്. നമ്മൾ ഈ കൊറോണയ്ക്ക് ശേഷമാണെന്ന് തോന്നുന്നു അധികം ആൾക്കാർ ഈ ഡിപ്രഷൻ, ആൻസൈറ്റി അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്കിംഗ്, ഈ സൂയിസൈഡൽ തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നത് അതുകൊണ്ടാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ തോട്ട്സ് ഒക്കെ മാറി, എന്താ പറയാ, ഒരുമാതിരി മരവിച്ച അവസ്ഥ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
ഒരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ എല്ലാം പോയി എന്നുള്ള രീതിക്ക് വരിക, അല്ലെങ്കിൽ കുട്ടികളായാലും പാരന്റ്സ് നോക്കുന്നില്ല, പാരന്റ്സ് ശ്രദ്ധിക്കുന്നില്ല, ടീച്ചേഴ്സ് എന്തെങ്കിലും ചീത്തമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി ഭയങ്കര സ്ട്രെസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുട്ടികൾ അത് ചെയ്യുക. ചെറിയ ചെറിയ കുട്ടികൾ വരെ ഇപ്പം ഓരോരോ സംഭവങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ടല്ലേ. അപ്പം എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത്, ഈ വലിയ ആൾക്കാരാണ് പൊതുവെ പണ്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ, അതായത് ഇങ്ങനത്തെ സൂയിസൈഡൊക്കെ ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും തോന്നുന്നവരൊക്കെ, ഈ ചെറിയ കുട്ടികൾ വരെ വലിയവരെ വരെ, പണ്ടത്തെ ആൾക്കാരെന്ന് വെച്ചാൽ എന്തെങ്കിലും കടബാധ്യതകളോ അല്ലെങ്കിൽ വിഹിതം പിടിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത് ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത്, എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ എന്ത് വന്നാലും ഒരു പിണക്കം മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ഇഷ്യൂ മതി അത് ചെയ്യാൻ, അതാണ് ലാസ്റ്റ് ഓപ്ഷനായിട്ട് കരുതുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ. ഒരു മരണവും അങ്ങനത്തെ രീതിയിൽ ആവാണ്ടിരിക്കട്ടെ, ഒരാൾ കേട്ടിരിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ട്രെസ് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെ അത്രയും സ്ട്രെസ് കൊണ്ട് അത്രയും സങ്കടപ്പെട്ടുകൊണ്ട് ആരും ഇങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ ഞാൻ പറയുള്ളൂ. നല്ല കുട്ടികളാണ് നിങ്ങൾ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അടിപൊളിയാണ്, നിങ്ങൾ പൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും, ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റും. ഒരു ഡ്രസ്സ് നേരാൻ വേണ്ടി ഇടാനില്ലാതെ, നല്ല രീതിക്ക് ഫുഡ് ഇല്ലാതിരുന്ന്, നല്ലൊരു ഫാമിലി വൈബ് ഇല്ലാണ്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വന്നിട്ട് ഞാനിപ്പോ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും ഗൈസ്, നിങ്ങൾക്ക് പറ്റും. നിങ്ങളിപ്പോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയാ ഒരു ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന, എങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് പറ്റണ പോലെ നിങ്ങൾ ഏൺ ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആവുക കേട്ടോ. നിങ്ങൾ ബാക്കിയുള്ളവരുടെ ലൈഫ് ആരുടെ കാര്യം നോക്കണ്ട, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ അടിപൊളിയാക്കുക, നിങ്ങൾ അതിൽ ബിസി ആയിരിക്കുക. ബാക്കിയുള്ളവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിൽ ബിസി ആവാണ്ട് നിങ്ങളെ ലൈഫ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസി ആവുക. അപ്പൊ നിങ്ങൾ അടിപൊളിയാവും. അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നിനും കുറിച്ച് നിങ്ങൾ ആലോചിക്കണ്ട. ഇന്ന് കഴിഞ്ഞത് ഇന്ന് കഴിഞ്ഞു, നമുക്ക് നാളത്തത് അടിപൊളിയാക്കി മാറ്റാം. അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഒന്നും ഓർത്തിട്ട് ആരും സങ്കടപ്പെടരുത്, ഒരു നെഗറ്റീവ് തോട്ട് നിങ്ങളെ മനസ്സിലൊന്നും വരരുത്. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈർക്കിലെടുത്തിട്ട് ഉറപ്പായി നിങ്ങൾ കുണ്ടിക്കടിക്കും, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയൊരു വീഡിയോ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും എന്ന വിശ്വാസത്തോടെ ഞാനിപ്പോൾ പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ഗൈസ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ കൂടി അമർത്താം, കമൻസ് അറിയിക്കുക. പിന്നെ നിങ്ങളുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാവർക്കും.